ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായിട്ടുള്ള സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ പേജ് നമ്പർ 45, 84, 85 ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം 84 ഒന്നാം ചോദ്യം വായിക്കാം. ഒരു സംഖ്യയുടെ 2 മടങ്ങും 7 മടങ്ങും കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ എന്താണ്? അപ്പോൾ ഒന്നാം ചോദ്യത്തിൽ ഒരു സംഖ്യ അത് ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എക്സ് എന്ന് എടുത്തു. ആ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ സംഖ്യനെ 2 ഗുണിച്ചു. അപ്പോൾ 2 × 2x. അതുപോലെ 7 മടങ്ങ് എന്ന് പറയുമ്പോൾ 7x. അപ്പോൾ 2 മടങ്ങും 7 മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ 27 കിട്ടി. അപ്പോൾ 2x + 7x = 27. 2x കൂടെ 7x കൂട്ടിക്കഴിഞ്ഞാൽ 9x = 27. ഇനി ഗുണിക്കണം 9 ഈക്വലിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം. അപ്പോൾ 27 ഹരിക്കണം 9 എത്രയാണ്? 9 × 3 27. അപ്പോൾ എക്സ് കിട്ടി. അതായത് സംഖ്യ എത്രയാണ്? 3 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 21 മടങ്ങായി. സംഖ്യ എന്താണ്? ഒരു സംഖ്യയുടെ 12 മടങ്ങ് എന്ന് പറയുമ്പോൾ സംഖ്യ = x എന്ന് കൊടുത്തു. ആ സംഖ്യയുടെ 12 മടങ്ങ് എന്ന് പറയുമ്പോൾ 12 × x. അത് കൂടെ എത്ര ആഡ് ചെയ്തു? കൂട്ടി. 99 കൂട്ടിയപ്പോൾ നമ്മൾ ഏത് സംഖ്യയാണോ എടുത്തത് അതിൻ്റെ 21 മടങ്ങ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? +12x ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? -12x. അപ്പോൾ 99 = 21x - 12x. ഇനി ഇവിടെ 21x നിന്ന് 12x പോയി കഴിഞ്ഞാൽ എത്രയാണ്? 21 12 പോയാൽ 9x. അപ്പോൾ നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 ഇൻറ്റു ആണ്. ഇൻറ്റു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ബൈ ആയി. അപ്പോൾ 99 ഹരിക്കണം 9 എന്ന് കിട്ടി. 99 ഹരിക്കണം എത്രയാണ്? 11. അപ്പോൾ x അല്ലെങ്കിൽ സംഖ്യ എത്രയാണ്? 11 കിട്ടും. ഇനി പേജ് നമ്പർ 85 ഒന്നാം ചോദ്യം വായിക്കാം. ഒരു കയറിൽ നിന്ന് അതിൻ്റെ 1/3 ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. കയറിന് എന്ത് നീളമുണ്ടായിരുന്നു? അതായത് ഒരു കയറ്, ആ കയറിനെ 3 തുല്യ ഭാഗങ്ങളാക്കി. ആ കയറിൻ്റെ മൊത്തം നീളം ഞാൻ x എന്നെടുത്തു. കയറിൻ്റെ മൊത്തം നീളം x എന്നെടുത്തു കഴിഞ്ഞാൽ അതിന് 3 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ ഭാഗം എത്ര ആയിരിക്കും? അതിനെന്തായിട്ട് ഹരിക്കുക? 3 ആയിട്ട് ഹരിക്കുക. x/3 x/3 x/3. അതിലെ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം മുറിച്ചു മാറ്റി. ഒരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ ബാക്കിയുള്ള മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ ആ കയറിൻ്റെ ഒറിജിനൽ നീളം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മുറിച്ച് മാറ്റിയ നീളം എത്രയും നമുക്കറിയാം, 10. അപ്പോൾ x/3 + x/3 = 10. ഒരു എക്സ് കൂടെ ഒരു എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ 2x ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം 3 എഴുതി. ഇനി /3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ഇൻറ്റു. അപ്പോൾ 2x = 10 × 3. 2x = 10 × 3 30 എന്ന് കിട്ടും. ഇനി ഇവിടെ ഗുണിക്കണം 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഹരിക്കണം. അപ്പോൾ x = 30/2. 30/2 എത്രയാണ്? 15. അപ്പോൾ കയറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് ഓഫ് ദി റോപ്പ് എത്രയാണ്? 15 മീറ്റർ ആയിരിക്കും വരിക. പേജ് നമ്പർ 85 രണ്ടാം ചോദ്യം ഞാൻ വായിക്കാം. ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതിയും മിച്ചമുള്ളതിൻ്റെ 1/3 ഭാഗവും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ മിച്ചമുണ്ട്. പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? അതായത് ഒരു പാത്രമുണ്ട്, അതിൽ എത്ര ലിറ്റർ പാലുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ അതിന് മൊത്തം പാലിൻ്റെ അളവ് x എന്ന് കൊടുത്തു. അതിൽ പകുതി പാല് അപ്പം മൊത്തം പാലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/2. ആ x/2 3 ഭാഗമാക്കിയപ്പോൾ അതിൽ ഒരു ഭാഗം എന്ത് ചെയ്തു? നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക? മൊത്തം പാല് ഈ പകുതി ഭാഗം എന്ന് പറയുമ്പോൾ x/2, അതിൽ 1/3 ഭാഗം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? x/2 × 1/3 = x/6. അതായത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? x/6 ആയിരിക്കും. അതിൽ മിച്ചമുള്ള ഭാഗത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ലിറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ടാങ്കിലെ ഈ പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ മൊത്തം നമുക്ക് എത്ര ഭാഗം പകുതി പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/2 ആണ്. അതിൽ x/6 ഭാഗത്തിന് നമ്മൾ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 1/3 ഭാഗം ഉപയോഗിച്ചു. 1/3 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, x/6. അപ്പോൾ മൊത്തം x/2ന്ന് x/6 കുറച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും, മിച്ചമുള്ളത് എത്രയാണ്, 5 ലിറ്റർ ആണ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്തു, ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ 2നെ എത്രയാക്കുക, 6 ആക്കണം. അപ്പോൾ 2 കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 6 ആവും. അപ്പോൾ x/3 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ x/6ഉം 5ഉം അതുപോലെ എഴുതി. കാരണം എന്താണ്, ഇവിടെ ഡിനോമിനേറ്ററുകൾ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അടുത്തത് എന്താ ചെയ്യേണ്ടത്, 3x x/3 3x ബൈ 2 × 3 6 മൈനസ് x അതുപോലെ എഴുതി x/6 = 5. ഇപ്പോൾ ഡിനോമിനേറ്റർ എന്തായി, സെയിം ആയി. ഇനി 3x ഒരു x പോയി കഴിഞ്ഞാൽ 2x ബൈ 6 = 5 ബൈ 6 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, ഇൻറ്റു. അപ്പോൾ 2x = 5 × 6 30. x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, x = 30/2 ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 30/2 = 15 ലിറ്റർ. അപ്പോൾ ഈ ടാങ്കിയിൽ മൊത്തം ആകെ ഉണ്ടായിരുന്ന പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 ലിറ്റർ ആയിരിക്കും. ഇതാണ് പേജ് നമ്പർ 85 വരുന്ന 2 ചോദ്യങ്ങൾ. ഇനി നമുക്ക് പേജ് നമ്പർ 89 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ആദ്യം എന്ത് ചെയ്യാം, വായിക്കാം. 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ നീളവും വീതിയും എത്രയാണ്? അതായത് ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ വീതി എത്രയാണോ അതിൻ്റെ 2 മടങ്ങിൻ്റെ x/2 മടങ്ങ് 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കൂടെ 1 കൂട്ടിയതാണ് ഏതെന്ന് പറഞ്ഞാൽ നീളം. അപ്പോൾ വീതി x ആണെങ്കിൽ നീളം എന്ത് പറയാം, 2x + 1 എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്കറിയാം പെരിമീറ്റർ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 80 ആണ്. അപ്പോൾ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്, 2 × L + B എത്രയാണ്, 80. 2 × L + B = 80. ഇനി L എത്രയെന്നറിയാം, 2x + 1. അപ്പോൾ ഈ ഇക്വേഷനിൽ L Bയുടെ സ്ഥാനത്ത് ഓരോ വാല്യൂസ് കൊടുക്കുക. L എന്ന് പറഞ്ഞാൽ 2x + 1 പ്ലസ് വീതി എത്രയാണ്, x. ഇനി ഇവിടെ ഇൻറ്റു 2 ആണ്. ഇൻറ്റു 2 = അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, ഹരിക്കണം 2. ഇനി 2x കൂടെ ഒരു x കൂട്ടിക്കഴിഞ്ഞാൽ 3x + 1 ഗുണിക്കണം 2 = അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം 80 ഹരിക്കണം 2. 80ൻ്റെ പകുതി എത്രയാണ്, 40. ഇനി +1 = അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 3x = 40 - 1 എത്രയാണ്, 39 എന്ന് ഉത്തരം കിട്ടും. ഇനി 3x = 39. x ഇങ്ങനെ കണ്ടുപിടിക്കുക, 39നെ ഇൻറ്റു 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം. 39 ഹരിക്കണം 3, x എത്ര കിട്ടി, 13 കിട്ടി. അപ്പോൾ വീതി എത്രയായി, വീതി x = 13. ഇനി നീളം കണ്ടുപിടിക്കണം. നീളം എങ്ങനെ കണ്ടുപിടിക്കുക, നീളം എന്ന് പറഞ്ഞാൽ 2x + 1 ആണ്. എക്സിൻ്റെ അവിടെ എത്ര കൊടുക്കുക, 13 കൊടുക്കുക. അപ്പോൾ 2 × 13 + 1 2 × 13 26. 26 കൂടെ 1 കൂട്ടി എത്ര കിട്ടി, 27 കിട്ടി. ഇതാണ് പേജ് നമ്പർ 89 ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വായിക്കാം. 100 രൂപ ചില്ലറാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ, ഓരോന്നും എത്ര വീതം? അപ്പോൾ നമ്മളോട് 20 രൂപ നോട്ടുകൾ ഞാനിപ്പോൾ x എന്നെടുത്തു. 20 രൂപ നോട്ടുകൾ x, 10 രൂപ നോട്ടുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മൊത്തം 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാണ്, x. മൊത്തം എത്ര നോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്, 7. അപ്പോൾ 7ൽ നിന്ന് ഈ x കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, 10 രൂപയുടെ നോട്ട് കിട്ടും. അപ്പോൾ 7 - x ആണ് 10 രൂപയുടെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിൽ കൂട്ടി ആകെ എത്ര കിട്ടണം, 100 രൂപയാവണം. അപ്പോൾ നമ്മൾ x × 20 രൂപയുടെ നോട്ടാണ് എന്ത്, x. x × 20 പ്ലസ്
10 രൂപ നോട്ടുകൾ 7 മൈനസ് എക്സ് ഇൻറ്റു 10 രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. ഇനി എക്സ് ഇൻറ്റു 20 20x പ്ലസ് 7 ഇൻറ്റു 10 70 മൈനസ് ഈ മൈനസ് ഇങ്ങോട്ട് ഇടുക എക്സ് ഇൻറ്റു 10 10x സമം 100. ഇനി 20x നിന്ന് 10x കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 10x പ്ലസ് 70 അതുപോലെ എഴുതി ഈക്വൽ ടു 100. ഇനി എന്ത് ചെയ്യുക, പ്ലസ് 70 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 10x സമം 100 മൈനസ് 70 10x സമം 30. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഇൻറ്റു 10 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 10. അപ്പോൾ 20 രൂപയുടെ നോട്ട് എന്ന് പറഞ്ഞാൽ 30/10 30/10 എത്രയാണ് 3. അപ്പോൾ 20 രൂപ നോട്ടുകളുടെ എണ്ണം 3 എണ്ണമാണ് ഉണ്ടായിരിക്കുക. ഇനി 10 രൂപ നോട്ടുകൾ എന്താണ്, 7 മൈനസ് എക്സ് എത്രയെന്ന് അറിയാം 3. അപ്പം 7-ൽ നിന്ന് 3 കുറച്ചു, 7-ൽ നിന്ന് 3 കുറച്ചപ്പോൾ എത്ര കിട്ടി, 4 കിട്ടി. അപ്പം 20 രൂപ നോട്ടുകളുടെ എണ്ണം 3-ഉം 10 രൂപ നോട്ടുകളുടെ എണ്ണം 4-ഉമായിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 54 രൂപയാണ് ആയത്. ഓരോന്നിൻ്റെയും വില എന്ത്? സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ എടുക്കുകയാണ്, ഒരു പേനയുടെ വില എക്സ് എന്നെടുത്തു. എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ഓഫ് ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വില എത്രയാണോ അതിൽ കൂടെ എത്ര കൂട്ടി കിട്ടും, 4 രൂപ കൂടുതലാണ്. അപ്പോൾ x+4. ഇനി പ്രൈസ് ഓഫ് പെൻസിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വില എന്താണോ അതിൽ നിന്ന് 2 രൂപ കുറവാണ്, x-2. ഒരാൾ 5 ബുക്ക് വാങ്ങി, അപ്പോൾ 5 ഇൻറ്റു x+4 പ്ലസ് ഒരാൾ 2 പേന വാങ്ങി, അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ്. ഇനി പെൻസിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ x-2 ഇൻറ്റു 3 പെൻസിൽ വാങ്ങി, അപ്പോൾ 3 ഇൻറ്റു x-2. ഇത് മൊത്തം ചെയ്തപ്പോൾ എത്ര കിട്ടി, 54 രൂപയാണ് കിട്ടിയത്. എന്ത് ചെയ്യുക, ബ്രാക്കറ്റിനുള്ളിലേക്ക് ഗുണിക്കുക. 5 ഇൻറ്റു എക്സ് 5x പ്ലസ് 5 ഇൻറ്റു 4 20 പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 3 ഇൻറ്റു എക്സ് 3x മൈനസ് 3 ഇൻറ്റു 2 6 സമം 54. ഇനി 5x-ഉം 2x-ഉം 3x-ഉം തമ്മിൽ കൂട്ടിയ 10x. ഇനി 20 നിന്ന് 6 കുറച്ച് എത്ര, 14. അപ്പോൾ പ്ലസ് 14. 10x പ്ലസ് 14 സമം 54 എന്ന് കിട്ടി. ഇനി പ്ലസ് 14 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 10x സമം 54 മൈനസ് 14 സമം 40. ഇനി 10x സമം 40 കിട്ടി. എക്സിനെ കണ്ടുപിടിക്കുക. ഇൻറ്റു 10 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. അപ്പോൾ 10 ഹരിക്കണം 40 ഹരിക്കണം 10 സമം 4. അപ്പോൾ നമുക്ക് ഒരു പേനയുടെ വില കിട്ടി എക്സ്. ഇനി പുസ്തകത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ x+4 ആണ്. എക്സ് എത്രയാണ് 4. അപ്പോൾ 4 + 4 8. പെൻസിലിൻ്റെ വില എന്താണ്, എത്രയാണ് കണ്ടുപിടിക്കുന്നത്, x-2 ആണ്. അപ്പോൾ 4 - 2 സമം 2 രൂപ. അപ്പം നമുക്ക് ഒരു പേനയുടെ വില കിട്ടി, ഒരു പെൻസിലിൻ്റെ വില കിട്ടി, അതുപോലെ തന്നെ ഒരു പുസ്തകത്തിൻ്റെയും വില കിട്ടി. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടറിലെ 4 സംഖ്യകളുടെ ഉള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യ ഏതൊക്കെയാണ്, നമ്മളിത് മുൻ ക്ലാസ്സുകളിൽ മുൻ ചാപ്റ്റർ ഇതുപോലെ മോഡലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കലണ്ടറിൽ 4 നമ്പറുകൾ പറയുമ്പോൾ ആദ്യം എക്സ്, അടുത്ത നമ്പർ എന്തായിരിക്കും x+1. ഇനി ഒരു ചതുരത്തിൽ എടുക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ താഴേക്ക് എടുക്കുമ്പോൾ എത്ര വീതം കൂട്ടുക, 7 വീതം കൂട്ടുക. അപ്പോൾ എക്സ് കൂടെ 7 കൂട്ടുക, എക്സ് കൂടെ 7 കൂട്ടി x+7. അടുത്ത എത്രയാണ് x+8. ഇവ ഒക്കെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് 80. അപ്പോൾ ഞാൻ എഴുതി x പ്ലസ് x+1 പ്ലസ് x+7 പ്ലസ് x+8 സമം 80. ഇവിടെ ആകെ എത്ര എക്സുകളുണ്ട്, 4x. 1 2 3 4. അപ്പോൾ 4x പ്ലസ് 1 7 8 കൂട്ടിക്കഴിഞ്ഞാൽ 16. അപ്പോൾ 4x പ്ലസ് 16 സമം 80 എന്ന് കിട്ടി. എന്ത് ചെയ്യുക, പ്ലസ് 16 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -16. 4x സമം 80 മൈനസ് 16 സമം 64. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x സമം 64. ഇനി എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, എക്സ് തന്നെ കണ്ടുപിടിക്കുക. 64 ഹരിക്കണം 4, 64 ഹരിക്കണം 4 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 16 എന്ന് ഉത്തരം കിട്ടും. ഇനി എന്ത് ചെയ്യുക, എക്സ് കിട്ടി 16 ആണെന്ന്. അപ്പോൾ അടുത്തത് എന്താണ്,
x+1. അപ്പോൾ 16 + 1 17. അടുത്ത് എന്താണ് x+7. 16 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 23. ഇനി x+8. 16 കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര കിട്ടുക? 16 കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 24 എന്നും കിട്ടി. അപ്പോൾ ഈ കലണ്ടറിൽ 4 നമ്പറുകളും നമുക്ക് കിട്ടി. എത്രയാണ്? 16, 17, 23, 24. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് 3 പേജുകളിലായി വരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.